ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഒരു പ്രത്യേക കാലാവസ്ഥ അല്ലെങ്കിൽ പ്രത്യേക ഒരു മാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ 3ാം തരംഗം ലോകരാജ്യങ്ങളെ മുഴുവൻ കീഴടക്കിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കൊച്ചു കേരളത്തിലും അതിൻ്റെ ഒരു തരംഗം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞായറാഴ്ച ഒരു മിനി ലോക്ക്ഡൗണും ഒക്കെയായി പ്രത്യേകിച്ച് നമ്മുടെ ഈ ആരാധനാലയങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് ഓൺലൈനിലും മതി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തോടെ പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് തന്നെ നമ്മുടെ സഭയ്ക്കുള്ളിൽ തന്നെ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് സീറോ മലബാർ റീത്തിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, പലവിധ സംവാദങ്ങളും ഇന്ന് നമ്മുടെ സഭയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതങ്ങനെ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഭയെ എത്രമാത്രം വേദനിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ എത്രമാത്രം അവഹേളിക്കാൻ സാധിക്കുന്നുവോ, ഇത് നോക്കിക്കൊണ്ട് ഇന്ന് കത്തോലിക്ക സഭയിലുള്ളവരും മറ്റ് വിശ്വാസികളും അല്ലെങ്കിൽ ഇതര സമുദായങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നത്. കത്തോലിക്ക സഭ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ മാർപ്പാപ്പ എന്താണ് പറയുന്നത്, കർദിനാൾമാർ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ പിതാക്കന്മാർ എന്താണ് പറയുന്നത്, അച്ഛന്മാർ പള്ളിയിലെ പ്രസംഗം എന്താണ് പറയുന്നത് എന്നിങ്ങനെ കാതോർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കത്തോലിക്ക സഭയിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പിന്താങ്ങാൻ വേണ്ടി ഇതര സമുദായ നേതാക്കന്മാർ അതിങ്ങനെ എന്താ പറയുക വാശി കൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോടതികളിലാണെങ്കിലും തെരുവുകളിലാണെങ്കിലും ഒക്കെ ഫുൾ സപ്പോർട്ടായിട്ട് കത്തോലിക്ക സഭയിൽ സിസ്റ്റേഴ്സായിരിക്കും, വൈദികരായിരിക്കും, മൽബായരായിരിക്കും, ആരായിക്കോട്ടെ, ആരെയും സഹായിക്കാനായി ഒരു വിഭാഗം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണത്. കത്തോലിക്ക സഭ വിശ്വാസികൾ തന്നെ പലപ്പോഴും പല കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല, ഇറങ്ങി പുറപ്പെടുന്നില്ല. എന്നാൽ കത്തോലിക്ക സഭയ്ക്കുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഈ കാലഘട്ടത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ദൈവത്തിന് നന്ദി കേട്ടോ. കാരണം ആ സഭ എന്തു പറയുന്നു അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിഭാഗം. അവർക്ക് അവിടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മറ്റേതര ഉപഗ്രഹ ചാനലുകളിലോ അല്ലെങ്കിൽ അവരുടെ ആയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്തു വേണമെങ്കിലും സഭയെക്കുറിച്ചിട്ട്, ദൈവവിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് എന്തു വേണമെങ്കിലും അവർക്ക് പറയാം. അതുപോലെ തന്നെയാണ് നമ്മൾ മാധ്യമങ്ങളും, ഉപഗ്രഹ ചാനലിൽ അന്ത്യചർച്ച നടത്തുന്ന മാധ്യമങ്ങൾ, മറ്റ് ഇതര മതവിഭാഗങ്ങൾ അവർ എന്ത് സംഭവിച്ചാലും എന്തൊക്കെ ചെയ്താലും അവരെ ഒന്നും ഫോക്കസ് ചെയ്യാൻ അവരില്ല. പക്ഷെ കത്തോലിക്ക സഭ വിശ്വാസം അല്ലെങ്കിൽ ക്രൈസ്തവ സഭ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരാഴ്ച 2 ആഴ്ച അവർക്ക് അന്ത്യ ചർച്ചയായി മാറണം. നമുക്ക് ഈ കാലഘട്ടത്തിൽ ബിഷപ്പ് ഫ്രാങ്കോ അത് വലിയൊരു കാലഘട്ടം തന്നെയായിരുന്നു ശരിക്കുവാണെങ്കിൽ. ഈ 1-2 കൊല്ലത്തോളം വലിയൊരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് വിധി വരുന്ന സമയത്ത് തന്നെ വലിയൊരു വിഭാഗം കോടതി വളപ്പിലും അല്ലെങ്കിൽ മാധ്യമങ്ങളെ കസാരയ്ക്ക് ഇട്ടിരുന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് തെറിച്ചവരും ഇനി തെറിക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ കത്തോലിക്ക സഭ എങ്ങനെ ഏത് തരത്തിലൊക്കെ കുരിശിൽ തറയ്ക്കാമെന്ന് വിചാരിക്കുന്നവരെയും ഒക്കെ വിളിച്ചു കൂട്ടി കസാരയിൽ എഴുതിയിരിക്കുകയാണ്. പിന്നെ ഫ്രാങ്കോ പിതാവിനെ ജയിലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ ശക്തമായി സംസാരിക്കാൻ പ്രത്യേകിച്ച് അത് നമുക്കറിയാം. അത് ജയിലിന് പകരം മോചനം ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അവർ വിട്ടില്ല. അവരെ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് ജഡ്ജിക്ക് അത് തെറ്റുപറ്റി, ആ വിധി തെറ്റാണ്, ജഡ്ജി നിഷ്പക്ഷമായിട്ടല്ല വിധിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഇനി അതിൻ്റെ തുടർന്ന് നമ്മൾ കേസ് കൊടുക്കാം, നമ്മളത് സഹായിക്കാം, ഇനി നമുക്ക് അതിനുവേണ്ടി ധർണ നടത്താം എന്നൊക്കെ പ്ലാക്കാർഡുകൾ പിടിച്ചുകൊണ്ട് ഒരു വലിയൊരു മതവിഭാഗം അതിനെ പിന്തുണച്ച് നടക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത് ഈ ബ്ലാക്ക് മാസ് ഗ്രൂപ്പും, അതായത് സാത്താൻ വർഷിപ്പുകാർ, ഈ സാത്താൻ വർഷിപ്പുകാർക്കും വേണ്ടത് കത്തോലിക്ക സഭയെ തന്നെ വേണ്ടത്. വിശുദ്ധ കുർബാന മധ്യേ കുദാശ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോയെ വാഴ്ത്തി ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ശരീരവും രക്തത്തെയും അത് മോഷ്ടിച്ചു കൊണ്ടുപോയി സാത്താൻ വർഷിപ്പിനെ അവർ കൊണ്ടുപോവാണ് ചെയ്യുന്നത്.
സത്യത്തിൽ അവർക്കറിയാം യഥാർത്ഥ ക്രിസ്തു അല്ലെങ്കിൽ യഥാർത്ഥ ദൈവം എവിടെയാണ് ഉള്ളതെന്ന് സാധാരണ അറിയാം. അതുകൊണ്ടല്ലേ അവർ പ്രത്യേകിച്ച് പള്ളികളൊക്കെ മോഷ്ടിക്കപ്പെടുമ്പോൾ, പള്ളിയിൽ കള്ളം കയറുമ്പോൾ ആൾത്താരാണ് കുത്തി തുറന്നിട്ട് ഈശോയെ കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ തന്നെ വലിയ ഏജന്റുമാരെ നിയോഗിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 10,000-20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം. അത് വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടാത്ത അപ്പത്തെ ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബ്ലസ് ചെയ്യാത്ത അപ്പത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരത് തിരിച്ച് കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കറിയാം യഥാർത്ഥത്തിൽ ക്രിസ്തു അല്ലെങ്കിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ എവിടെയാണ് വസിക്കുന്ന സാത്താൻ വർഷിപ്പുകാർക്കറിയാം. അപ്പോൾ അവിടെയും കേന്ദ്രീകൃതം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനതയാണ്. അവർക്കും വല്ലാത്തൊരു ആഗ്രഹം എന്താ വെച്ചെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലോകത്തിലുള്ള സഭകളിൽ എല്ലാ കത്തോലിക്ക സഭയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് മനസ്സിലാവുന്നില്ല, കോവിഡൊക്കെ വരുന്ന സമയത്ത് സിനിമ തിയേറ്ററുകളൊക്കെ മറ്റൊന്നും ഇല്ല. ആദ്യം നമുക്ക് അല്ലെങ്കിൽ ബാർ ഇതൊന്നുമല്ല, ആദ്യം വന്ന് ബ്ലോക്ക് ചെയ്യുന്നത് ആരാധനാലയങ്ങളാണ്. അല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഇനി ഓൺലൈനിലൊക്കെ അർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഈശോയോട് അർപ്പിക്കുന്നില്ലല്ലോ, ഈശോയെ ആർക്കും കിട്ടുന്നില്ലല്ലോ. അപ്പം ഏതെങ്കിലും തരത്തിൽ അത് ആഗോള വലിയൊരു വിഭാഗം വിശുദ്ധ കുർബാനയെ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ചെയ്യാൻ, എനിക്ക് തോന്നുന്നത് കേരളത്തിലായിരിക്കാം ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മുക്കിലും മൂലയിലും കത്തോലിക്ക ദേവാലയങ്ങൾ, മലങ്കരയും സീറോ മലബാറും ലാറ്റിനും ഒക്കെ ദേവാലയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വൈദികരും സന്യാസികളും ഒക്കെ കൂടെ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇതിനൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വലിയൊരു അജണ്ട, വലിയൊരു വിഭാഗത്തിൻ്റെ ഒരു അജണ്ടയുണ്ട്. അത് പ്രത്യേകിച്ച് മതവിഭാഗം എന്നൊന്നുമല്ല, അത് ആഗോള കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്ന മഹത്തായ ആ കുദാശ കർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി. എന്നും യേശു ക്രിസ്തു ജീവിക്കുന്നു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് വാങ്ങി ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നൊരു സത്യം അവർക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ കുർബാനയെ ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ചെയ്യണം. എങ്ങനെയെങ്കിലും അത് ബ്ലോക്ക് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ എന്താ പറയുക, ഇനി അത് വിശുദ്ധ കുർബാന അർപ്പിച്ച തന്നെ ആ അപ്പത്തെ എടുത്ത് മ്ലാച്ഛമായി സാത്താൻ വർഷിപ്പുകാരെ എത്രമാത്രം അവഹേളിക്കാൻ പറ്റുമോ അത്രമാത്രം അവഹേളിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം കുറേയായി. ഇന്നിപ്പോൾ കൊച്ചു കേരളത്തിലും ഈ സാത്താൻ വർഷിപ്പ് ആരാധന പ്രത്യേകിച്ച് എറണാകുളം, തൃശ്ശൂർ, മെയിൻ സിറ്റികളൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു. അത് പ്രത്യേകിച്ച് ഇപ്പോൾ മെയിൻ സിറ്റിയിലല്ല, അവർക്ക് റൂറൽ ഏരിയയിലും ഒക്കെ ഒരുപാട് യുവജനങ്ങൾ ആകർഷിക്കപ്പെട്ട് സെക്സിനോടും ലഹരി മരുന്നുകൾക്ക് ആകർഷിക്കപ്പെട്ട് അതിൽ പോകുന്നു. അതിനോടൊപ്പം തന്നെയാണ് ചില മതവിശ്വാസികൾ ഈ സഭയെ തകർക്കാൻ വേണ്ടി അവർ നെട്ടോട്ടോടുക. അപ്പോൾ കന്യാസ്ത്രീമാരെ എങ്ങനെയൊക്കെ കരുതേക്കാൻ പറ്റുന്നുണ്ട്. ഇനി കന്യാസ്ത്രീമാർ, എതിരുള്ള കന്യാസ്ത്രീമാർ, സഭയ്ക്ക് എതിരായിട്ടുള്ള കന്യാസ്ത്രീമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സഭയെ എങ്ങനെ തകർക്കാൻ പറ്റും, അല്ലെങ്കിൽ വൈദികരെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെ തകർക്കാൻ പറ്റും, അല്ലെങ്കിൽ മെത്രാന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെ തകർക്കാൻ പറ്റും, സഭയെ തകർക്കാൻ പറ്റുമെന്ന് മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, കത്തോലിക്ക സഭ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രൈസ്തവർ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? പ്രത്യേകിച്ച് ഈ കേരള സഭയിൽ ഞാൻ ചോദിക്കും, എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അച്ഛന്മാരും സിസ്റ്റേഴ്സും സഭയും പള്ളിക്കൂടം വേണമെന്ന് വേണം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വേണം, അല്ലെങ്കിൽ തെരുവിലും അല്ലെങ്കിൽ റോഡിൽ അലഞ്ഞു നടക്കുന്ന വ്യക്തികളൊക്കെ അവരെ കുളിപ്പിച്ചും മുടിപ്പിച്ചും അവർക്ക് ഭക്ഷണം കൊടുത്തും, ഇന്നും തെരുവുകളിലും മെഡിക്കൽ കോളേജിലൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ട് ഇന്ന് വർഷങ്ങളോളം മുന്നേറി ഈ ഭാരതത്തെ, കേരളത്തെ ഇങ്ങനെ പടുത്തുയർത്താൻ വേണ്ടി സഹായിച്ചതിൻ്റെ തെറ്റാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, നല്ല സന്തോഷത്തോടെ കഴിയുന്ന വലിയൊരു കുടുംബമായി കൊച്ചു കേരളം. ഈ കൊച്ചു കേരളത്തെ ഇങ്ങനെ എല്ലാ വിധത്തിലും നശിപ്പിക്കാൻ നിങ്ങളിങ്ങനെ കൈ ഉയർത്തുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴരുത് എന്ന് മനസ്സിലാക്കിയെടുക്കുക. പ്രത്യേകിച്ച് സിനിമാ ലോകം, മാധ്യമ ലോകങ്ങൾ, രാഷ്ട്രീയക്കാർ, ചില മതവിശ്വാസികൾ, ഇവരൊക്കെ
അവരുടെ കാര്യങ്ങൾക്ക് വ്യാപൃത അവനല്ല നോക്കുന്നത്. അവർ കത്തോലിക്ക സഭയുടെ തെറ്റുകളും കത്തോലിക്ക സഭയുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം കാതോർത്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ നാമധാരികളായ കുറേ പേരൊക്കെ ഉണ്ട് ഇങ്ങനെ കാതോർത്ത്. എന്താണ്, എപ്പോഴാണ് ഇവർക്കൊരു അവസരം കിട്ടിയ അപ്പോൾ തങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അങ്ങ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മതി ആഘോഷം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എല്ലാ മക്കളും സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയല്ലേ. ബിസിനസ് മേഖലകൾ, തൊഴിൽ മേഖലകൾ, അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥകളിൽ എല്ലാം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനൊന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി, ഇതിനൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുകയല്ലേ എൻ്റെ പൊന്നു ദൈവ സഹോദരിമാരെ വേണ്ടത്. അതിൻ്റെ പകരം ഇന്ന് എങ്ങനെയൊക്കെ ഈ കൂട്ടായ്മയെ, ഈ സഭയെ തകർക്കാൻ നിങ്ങളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയെടുക്കുക. 2000 വർഷം കഴിഞ്ഞു. 2000 വർഷം കഴിഞ്ഞു കത്തോലിക്ക സഭ. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് കത്തോലിക്ക സഭയെ ഒരാൾക്ക് പോലും തകർക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇത് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന സഭയാണത്. ഇത് സഭയ്ക്കുള്ളിൽ പലരും ചിലപ്പം നഷ്ടപ്പെട്ടു എന്ന് പോയിരിക്കാം. പക്ഷേ സഭ ഓരോ നിമിഷവും ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എത്രമാത്രം ഇതിനെ ചവിട്ടി താഴ്ത്തുന്നുവോ അത്രമാത്രം ഇത് ശക്തിപ്പെട്ടു വരും. നമുക്കെല്ലാവർക്കും കൈകോർക്കാം, പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട്, അത് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി മാറുവാൻ നമുക്ക് അതിനുവേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.